CPIM-ന്റെ പഴയ ഹെഡ്ക്വാർട്ടേഴ്സായ ഈ AKG സെന്റർ ചിലപ്പോൾ പൊളിക്കേണ്ടി വന്നേക്കാം. AKG സെന്റർ ഇരിക്കുന്നത് സർക്കാർ ഭൂമിയിലാണെന്നും ആ ഭൂമി തിരിച്ചു പിടിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ ഇപ്പോൾ ഒരു PIL ഫയൽ ചെയ്തിരിക്കുകയാണ്. 1977 കേരള യൂണിവേഴ്സിറ്റിയുടെ 15 സെന്റ് സ്ഥലം AKG സ്റ്റഡി സെന്റർ പണിയാൻ വേണ്ടി നൽകിയെന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ പെറ്റീഷണർ പറയുന്നത് അങ്ങനെ നൽകിയതിന്റെ തെളിവ് യൂണിവേഴ്സിറ്റിയുടെ കയ്യിലോ ഗവൺമെന്റിന്റെ കയ്യിലോ ലാൻഡ് റവന്യൂ റെക്കോർഡ്സിലോ ഇല്ലെന്നാണ്. ഇനി അഥവാ അങ്ങനെ സ്ഥലം നൽകിയിട്ടുണ്ടെങ്കിൽ പോലും അത് റിസർച്ച് സെന്റർ പണിയാൻ വേണ്ടിയായിരുന്നു. പക്ഷെ ഇപ്പൊ അവിടെ പ്രവർത്തിക്കുന്നത് CPM-ന്റെ പാർട്ടി ഓഫീസാണ്. ഈ 15 സെന്റ് സ്ഥലം കൂടാതെ പിന്നീട് 40 സെന്റ് സ്ഥലം കൂടി ഇവർ കൈയേറിയെന്നാണ് ഈ പെറ്റീഷനിൽ പറയുന്നത്. അതായത് ആകെ മൊത്തം 55 സെന്റ് സ്ഥലം സർക്കാർ ഭൂമി CPM അവരുടെ പൊളിറ്റിക്കൽ മൈറ്റ് ഉപയോഗിച്ച് കൈയേറി അവിടെ പാർട്ടി ഓഫീസ് സ്ഥാപിച്ചു. റവന്യൂ റെക്കോർഡ്സിൽ ഈ ഭൂമി ഇപ്പോഴും കിടക്കുന്നത് സർക്കാർ ഭൂമി അഥവാ പുറമ്പോക്ക് ഭൂമിയായിട്ടാണ്. പുറമ്പോക്ക് ഭൂമിയിൽ എങ്ങനെയാണ് ബിൽഡിംഗ് പണിയാൻ പെർമിഷൻ കിട്ടിയത്? പെറ്റീഷണർ പറയുന്നത് അവിടെ ബിൽഡിംഗ് പണിതിരിക്കുന്നത് പോലും യാതൊരുവിധ റെഗുലേഷൻസ് പാലിക്കാതെ പെർമിഷൻസ് എടുക്കാതെയാണെന്നാണ്. ഈ പറയുന്നതെല്ലാം സത്യമാണെങ്കിൽ CPIM-ന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. അടുത്ത 3 ആഴ്ചയ്ക്കുള്ളിൽ ഈ വിഷയത്തിനെ പറ്റി ഒരു അഫിഡവിറ്റ് നൽകാൻ സർക്കാരിനോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സർക്കാരിന്റെ മറുപടി തൃപ്തികരമല്ലെങ്കിൽ ഒരുപക്ഷെ ഈ ബിൽഡിംഗ് പൊളിച്ചു കളയേണ്ടി വരെ വന്നേക്കാം.